മധുരം മാംഗല്യം 11. രചന അവതരണം നിള കാർത്തിക. സച്ചി അകത്തേക്ക് ചെല്ലുമ്പോൾ അവൾക്ക് കഴിക്കാനുള്ള കഞ്ഞി കൊടുക്കുന്ന ഐശുവിനെയാണ് കാണുന്നത്. ആ കഞ്ഞിയിലേക്ക് അത്ര താല്പര്യമില്ല. ചുളിഞ്ഞ മുഖത്തോടെ നോക്കുന്നുണ്ട് മഹ. നിങ്ങളെന്നും കഞ്ഞിയാണോ? സ്പൂണിൽ കോരിയെടുത്ത കഞ്ഞിയെ പാത്രത്തിലേക്ക് ഒഴിച്ചുകൊണ്ട് നിരാശയോട് ചോദിച്ചു മഹ. പിന്നെ അടുത്തിരിക്കുന്ന ചുട്ടരച്ച ചമ്മന്തിയിലേക്കും പപ്പടം കാച്ചിയതും ചെറുപയർ തോരനും എല്ലാം ഒന്ന് വീക്ഷിച്ചു. ഇതൊന്നും തനിക്ക് ഇഷ്ടമില്ല എന്ന് എങ്ങനെ പറയും? പക്ഷേ ഇനി പഴയതുപോലെ ഇഷ്ടങ്ങൾ നോക്കാൻ തനിക്ക് ആരുമില്ല. ഉണ്ടാക്കിത്തരാനും വിളമ്പിത്തരാനും ഒന്നും. കയ്യിലൊരു തട്ട് കിട്ടിയതും മുഖം ഉയർത്തി നോക്കി. മുമ്പിൽ നിന്ന് കൈ ഉയർത്തി ചോദിക്കുന്ന അയാളുടെ ചേച്ചി. ആ മുഖത്ത് സദാ ചിരിയാണെന്ന് തോന്നിപ്പോയി മഹായ്ക്ക്. ആ ചിരി കണ്ണുകളിൽ പക്ഷെ കാണാൻ കഴിയാത്ത പോലെ. ആ കൺകോണി ചെറിയ നീർത്തുള്ളി എപ്പോഴും തുളുമ്പി നിൽക്കുന്നത് പോലെ. ഒരിക്കൽ കൂടി മഹായ്ക്ക് നേരെ വിരഞ്ഞൊടിച്ചുകൊണ്ട് എന്തൊക്കെയോ ശബ്ദം ഉയർത്തി ഐഷു ചോദിക്കുമ്പോൾ അവളുടെ ഭാഷ മനസ്സിലാക്കാതെ തുറിച്ചൊന്ന് നോക്കി മഹ. എന്താ? എനിക്ക് മനസ്സിലായില്ല ചേച്ചി. 2 കൈകൾ ഒരേപോലെ ഉയർത്തി കാണിച്ചുകൊണ്ട് മഹായും പറഞ്ഞു. നീ കഞ്ഞി കുടിക്കുന്നില്ലേ എന്നാണ് ചേച്ചി ചോദിച്ചത്. കസേരയിൽ കാലും കയറ്റി വെച്ച് കുഴിയൻ പാത്രത്തിൽ കൈയിട്ട് ഇളക്കി കഞ്ഞി കുടിക്കുന്ന കൂടെ അത്ര താല്പര്യമില്ലാഞ്ഞിട്ടും തൻ്റെ ചേച്ചി കിടന്ന് പറയുന്നത് അവൾക്ക് മനസ്സിലാകുന്നില്ല എന്ന് ബോധ്യമായതുകൊണ്ട് മാത്രം ലച്ചു വിളിച്ചു പറഞ്ഞു. ഓ അതോ, ഞാൻ കഞ്ഞി അങ്ങനെ കുടിക്കാറില്ല. ചപ്പാത്തിയോ ഓട്സോ ആണ് കഴിക്കാറുള്ളത്. തൻ്റെ മുമ്പിൽ നിൽക്കുന്ന ചേച്ചിക്ക് മനസ്സിലാകുന്നില്ല എന്ന് നോക്കാതെ തന്നെ വിളിച്ചു പറഞ്ഞു അവൾ. പിന്നെ ഇതെന്ന് വെച്ച ഹോട്ടലല്ലേ നിൻ്റെ ഇഷ്ടത്തിന് ഉണ്ടാക്കിത്തരാൻ? ഇവിടെ ഞങ്ങൾ എല്ലാവരും കഞ്ഞിയാണ്, വേണമെങ്കിൽ കഴിക്കാം. കയ്യിലിരിക്കുന്ന പാത്രത്തിൽ നിന്ന് അവസാന തുള്ളിയും ഊറ്റി കുടിച്ചുകൊണ്ട് ലച്ചു എഴുന്നേറ്റു. പോകുന്ന കൂടെ കഞ്ഞി സ്പൂണിൽ കോരി മടിയോടെ കഴിക്കുന്നവളെ നോക്കിയൊന്ന് പുച്ഛിക്കാനും മറന്നില്ലവൾ. അല്ലെങ്കിലും അറിയാം നീയൊക്കെ കഞ്ഞിയാണെന്ന് ഒച്ച കുറച്ചു പറഞ്ഞു മഹായും. കഞ്ഞി വായിലേക്ക് വെച്ചതും ഒരിക്കൽ കൂടി ഐഷു തോളി തട്ടി വിളിച്ചു. എന്താണെന്ന രീതിയിൽ മുഖമുയർത്തി മഹാ ചോദിച്ചതേ സ്പൂൺ മേടിച്ചു ടേബിളിൻ്റെ മേലേക്ക് വെച്ചു അവൾ. അയ്യോ, ഇനി ഞാൻ എങ്ങനെ കഴിക്കും? അവളത് പറഞ്ഞതേ ഐഷു അവളുടെ കൈ തൊട്ട് കാണിച്ചു കൊണ്ട് അടിപൊളിയായിരിക്കുമെന്ന് പറഞ്ഞു. മടിച്ച് ടേബിളിലിരിക്കുന്ന സ്പൂണിലേക്ക് കൂടി നോക്കിയിട്ട് കൈയിട്ട് നിളക്കി. അപ്പോഴേക്ക് ചമ്മന്തിയും തോരനും അതിലേക്ക് കുറച്ചിട്ട് കൊടുത്തു ഐഷു. ഒരു വായ ചവച്ചുകൊണ്ട് ഐഷുവിനെ നോക്കി. എന്തുകൊണ്ടോ അവൾക്കത് ഇഷ്ടപ്പെട്ടു. കഞ്ഞിക്ക് ഇത്രയും രുചിയോ? ഇഷ്ടപ്പെട്ടുകൊണ്ട് ഓരോ കൈവാരി കഴിക്കുമ്പോഴും ആ ഇഷ്ടം പുറമെ കാണിക്കാൻ പോയില്ല മഹ. വീട്ടിലൊരിക്കലും അമ്മ കഞ്ഞി വെക്കാറില്ല. കാരണം അച്ഛനത് ഇഷ്ടമില്ലായിരുന്നു. പനി വരുമ്പോൾ പോലും പൊടിയരിക്കഞ്ഞി പോലും വെച്ചിട്ടില്ല. കാഴ്ചവട്ടിലെ മണ്ണ് പോലും ഒലിച്ചു പോയിട്ടും പെണ്ണിൻ്റെ അഹങ്കാരത്തിന് കുറവുമില്ല. ഒരു നേരത്തെ കഞ്ഞി കിട്ടുന്നുണ്ടല്ലോ എന്നല്ല ചിന്തിക്കുന്നു. അവൾക്ക് ആ പുച്ഛം അഹങ്കാരി. പല്ലൊന്ന് കടിച്ചു പിടിച്ച് പറയുന്നതിനൊപ്പം റിമോട്ട് കയ്യിലെടുത്തുകൊണ്ട് കസേരയിലേക്ക് ഇരുന്നു ലച്ചു. ലച്ചു, എനിക്ക് കഞ്ഞി എടുത്തോ? ഉറക്കെ വിളിച്ച് തിരിഞ്ഞു നോക്കി സച്ചി. അതെങ്ങനെയാ? വിളിച്ചാൽ കേൾക്കുമോ? ചെവിയെ കുന്ത്രാണ്ടവും കയറ്റി വെച്ച് ഇരിപ്പാവും. ബാക്കിയുള്ളവൻ തിന്നാൻ എടുത്തു തരാൻ ആരുമില്ല. അവൻ നല്ല ഒച്ചയിൽ തന്നെ പറയുമ്പോൾ മഹായൊരാക്കിയ ചിരിയോടെ അവനെ നോക്കി. കണ്ണുനുരുട്ടിക്കൊണ്ട് റിമോട്ടിൽ ഞെക്കിക്കൊണ്ടിരുന്നവൻ. തൻ്റെ അടുത്തിരുന്ന് തന്നെ കഴിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ചേച്ചിയെ തട്ടി വിളിച്ചു സച്ചിയിലേക്ക് വിരച്ചുണ്ടി. വിളിച്ചു മഹായത് പറയുമ്പോൾ അവളുടെ ചുണ്ടനങ്ങുന്ന നോക്കി ഐഷു. ചിരിയോട് സച്ചിയിലേക്ക് നോക്കി. അപ്പോൾ അവൻ ടി വിയിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കയ്യിൽ കിട്ടിയൊരു ചെറിയ ഡപ്പി എടുത്ത് അവന് നേരെ എറിഞ്ഞു. ഞെട്ടിത്തിരിഞ്ഞു സച്ചി. മനുഷ്യനെ എറിഞ്ഞു കൊല്ലുമല്ലോ. എന്താ? ചോദിക്കുന്നതിനൊപ്പം കൈയും കാണിക്കുന്നുണ്ട്. അതിന് മറുപടിയായി ഐഷുവും പറഞ്ഞു, എനിക്ക് വേണ്ട. ആദ്യം അവളെ ഊട്ടിച്ച് വാവ ചാച്ചിക്ക്. എൻ്റെ അവസാനം കാണാൻ വന്നവളെ ഊട്ടിക്ക്. പറയുന്ന കൂടെ ദേഷ്യം റിമോട്ട് കാണിക്കുന്നുണ്ട്. അപ്പോഴേക്കും ചിരിയോടെ അടുക്കളയിലേക്ക് പോകുന്ന ഐഷുവിനെ തല ചെരിച്ചു നോക്കി സച്ചി. സച്ചിയുടെ ചുണ്ടിലൊരു മനോഹരമായ ചിരിയുണ്ട്. പോത്ത് പോലെ വളർന്നിട്ട് കഴിക്കാനുള്ളത് എടുക്കാൻ വയ്യേ. കുറച്ച് ഒച്ചയിൽ തന്നെ പറയുന്നതിനൊപ്പം അവസാനത്തെ പറ്റും കഴിച്ചു മഹാ. പിന്നെ ആരെങ്കിലും കാണുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് പാത്രം നാവ് നീട്ടി നക്കി വിട്ടു. ഒച്ച കേൾപ്പിക്കാതെ ഏമ്പൊക്കവും വിട്ടെഴുന്നേൽക്കുമ്പോൾ ആർക്കും കാണാൻ കഴിയാത്ത കണ്ണീർ നനവ് അവളിൽ ആ സമയം മുട്ടിട്ടിരുന്നു. അടുക്കള വാതിൽ തുറന്ന് കറിവേപ്പിലയും മുളകും കളഞ്ഞുകൊണ്ട് ഇരുട്ടിലേക്ക് മുഖത്തെ മറയ്ക്കുമ്പോൾ കണ്ണീർ കവിളിനെ തൊട്ടൊറ്റ ദിവസം കൊണ്ട് ആരുമില്ലാതായ ഒരുവളുടെ വേദനയായിരുന്നില്ല. അമ്മയെന്ന് വിളിച്ച് ശീലിച്ചയാൾ ആരുമില്ല എന്നറിയുമ്പോൾ ഉണ്ടായതിൻ്റെ ഓർമ്മയിലുള്ള വിങ്ങലായിരുന്നു അത്. ആഹാരവും കഴിച്ച് മുറ്റത്തു കൂടി നടക്കുകയാണ് സച്ചി. അപ്പോഴെല്ലാം ചിന്ത നാളെ നേരം വെളുത്ത മഹായെ എന്ത് ചെയ്യുമെന്നായിരുന്നു. ഈ വീടും വെറും 10 സെൻറ്റിലാണ്. ബാക്കി 40 സെൻറ്റ് സ്ഥലം അച്ഛൻ്റെ പെങ്ങളുടെയാണ്. തൊട്ടടുത്ത ഉള്ള വീട്ടിലേക്ക് നോക്കി സച്ചി.
2 കൊല്ലം മുമ്പാണ് ചിറ്റ വീട് പണിയുന്നത്. ചേച്ചിയുടെ കല്യാണത്തിന് പൈസ ആവശ്യം വന്നപ്പോൾ ചിറ്റയ്ക്ക് വിറ്റതാണ് ഈ സ്ഥലം. ചിറ്റ ഡൽഹിയിൽ നേഴ്സാണ്. ഭർത്താവ് അവിടെ ഒരു ബാങ്കിൽ വർക്ക് ചെയ്യുന്നു. അവർക്ക് വേണ്ടി പണിത വീടാണ്. 2 വർഷമായി അടഞ്ഞു കിടക്കുന്നു. ചേച്ചി ആഴ്ച ഒരിക്കൽ അടിച്ചു വാരിയിടും. ആ സാധനത്തിന് തൽക്കാലത്തേക്ക് വീട്ടിൽ താമസിപ്പിച്ചാലോ? എന്തായാലും ഉടനെ എങ്ങും ചിറ്റയും ഭർത്താവ് വരില്ല. ഇനി വന്നാലും വരുന്നതിന് മുമ്പ് എന്നെ വിളിച്ചറിയിക്കും. അങ്ങനെയൊന്ന് ചിന്തിച്ച് മുഖത്ത് ആശ്വാസത്തിൻ്റെ ഒരു ചിരി വിരിഞ്ഞു. തൽക്കാലത്തേക്ക് പെണ്ണിനെ ഒഴിവാക്കാൻ ഇതല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. അപ്പോഴേക്കും വേറെ എവിടെയെങ്കിലും വീട് തപ്പാം. നല്ലൊരു പ്രശ്നപരിഹാരം കണ്ടെത്തിയതിൻ്റെ ആശ്വാസത്തോടെ വീടിനുള്ളിലേക്ക് കയറി സച്ചി. മുൻവശത്തെ വാതിൽ അടച്ചു കുറ്റിയിട്ട് തിരിയുമ്പോൾ അകത്ത് ചേച്ചിയുടെ മുറി നിന്ന് അവിടെ ചില കേൾക്കാം. ചേച്ചി, ഈ ലിവിങ് റിലേഷൻ എന്ന് കേട്ടിട്ടുണ്ടോ? അങ്ങനെയാണെന്ന് നാട്ടുകാർ കരുതിക്കോളും. അല്ലെങ്കിൽ ആകെ മൊത്തം നനഞ്ഞ പിന്നെ എന്ത് കുളിര്. ഇനി ഒന്നുമില്ലെങ്കിൽ ഞാൻ ഇവിടെ ഈ വീട്ടിൽ അഡ്ജസ്റ്റ് ചെയ്തോളാം. അല്ലെങ്കിൽ അപ്പുറത്ത് അടച്ചു പൂട്ടിയിരിക്കുന്ന വീടായാലും മതി. സ്വയം പ്രശ്നപരിഹാരം കണ്ടതുപോലെ പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു വന്നതേ കാണുന്നത് തന്നെ രൂക്ഷമായി നോക്കി നെഞ്ചിൽ കൈ കെട്ടി നിൽക്കുന്ന സച്ചിയിലേക്കാണ്. അവൻ്റെ ആ നോട്ടത്തിൽ മഹാ അല്പം ഒന്ന് പതറിപ്പോയി. എങ്കിലും മുഖത്തെ പതർച്ച കൊണ്ടുവരാതിരിക്കാൻ ശ്രദ്ധിച്ചു അവൾ. എന്താണോ താൻ നോക്കി പേടിപ്പിക്കുവാണോ? അല്ല, നീ എന്താ ഇപ്പോൾ പറയുന്നത് കേട്ടത്? സ്വയം ഇങ്ങനെ തീരുമാനമെടുക്കാൻ ആ വീട് നിന്റെ കുടുംബസ്വത്താണോ? അല്ലല്ലോ. അവൻ കളിയാക്കി ചോദിക്കും. നാണക്കേട് തോന്നി മഹയ്ക്ക്. അല്ലേലും തൻ്റെ ആരുമല്ലാത്തൊരു വീട്ടിൽ അഭയം തേടുന്നതിലും വലിയൊരു നാണക്കേട് വേറെ എന്താണുള്ളത്? കുടുംബം ഉണ്ടെങ്കിലല്ലേ സ്വത്തുണ്ടാകുകയുള്ളൂ. മുറിയുടെ വാതുക്കൽ നിന്ന് കൊണ്ട് ലച്ചു കളിയാക്കുമ്പോൾ മഹയുടെ ഹൃദയം വലിഞ്ഞു മുറുകി. ആത്മാഭിമാനത്തിന് മേലെ കിട്ടിയ ശക്തമായൊരടി. എങ്കിലും ചിരിയോടെ അവൾ തിരിഞ്ഞു. അതേടി, എനിക്ക് കുടുംബമില്ല. അതിന് എനിക്കില്ലാത്ത സങ്കടം നിനക്ക് വേണ്ട കേട്ടോടി. വിട്ടുകൊടുക്കാൻ തയ്യാറാകാതെ ലച്ചുവിന് നേരെ നിന്നു മഹ. കണ്ടോ കുട്ടേട്ട, ഇവളുടെ അഹങ്കാരം. നമ്മുടെ ഔദാര്യത്തിൽ കിടന്നിട്ടും അഹങ്കാരമാണ്. ഇപ്പോഴും മംഗലത്തെ കെട്ടിലമ്മയാണെന്ന വിചാരം. താൻ എതിരെ നിൽക്കുന്നവളെ എതിർത്ത് നിൽക്കാൻ കിട്ടിയൊരു അവസരം കളഞ്ഞു കുളിക്കാൻ ലച്ചുവും ഒരുക്കമല്ലായിരുന്നു. ലച്ചു, സച്ചി അവൾ താക്കീതോടെ വിളിച്ചത്. അവിടെ ആ സംസാരം ഇഷ്ടപ്പെടാത്തത് കൊണ്ട് തന്നെയായിരുന്നു. വാക്കുകൾ സൂക്ഷിച്ച് സംസാരിക്കണം നീ. ഓ, ഇപ്പോൾ കുട്ടേട്ടൻ ഇവളുടെ സൈഡായോ? ഞാൻ ആരുടെ സൈഡല്ല, പക്ഷേ സംസാരം അത് സൂക്ഷിച്ച് വേണം. അതിപ്പോൾ ആരായാലും. അത് പറഞ്ഞത് മഹായെ നോക്കിയായിരുന്നു. തൻ്റെ നോട്ടം കണ്ടാൽ തോന്നുമല്ലോ ഞാനാണ് നിൻ്റെ അനിയത്തെ ഇങ്ങനെയൊക്കെ സംസാരിപ്പിക്കാൻ പഠിപ്പിച്ചതെന്ന്. അവൾ കൂർപ്പിച്ച് ചോദിച്ചതേ. അവളിലേക്ക് നീണ്ടുവന്ന കൈ അവളുടെ ചെവിയെ പിടിച്ച് ഞെരടി. ഇനി നിൻ്റെ എടാ പോടാ വിളി നിൻ്റെ മറ്റവന്മാരോട്, അല്ലാതെ ഈ സച്ചിയോട് വേണ്ട കേട്ടോടി. സച്ചിയുടെ കൈത്തണ്ടി നീട്ടിയൊന്ന് അടിച്ചു ഐഷു. ആ കുട്ടിയെ ശാസിക്കാനും ഉപദ്രവിക്കാനും നിനക്ക് അവകാശമില്ല കുട്ട. ഐഷു പറഞ്ഞതേ താൻ ചെയ്തത് തെറ്റാണെന്ന് തോന്നി. തൻ്റെ മുമ്പിൽ മുഖം വീർപ്പിച്ച് നിൽക്കുന്നവളെ നോക്കിയിട്ട് തൻ്റെ മുറിയിലേക്ക് പോയിരുന്നു. പോയി കിടന്നുറങ്ങും രണ്ടുപേരും. ഐഷു പറഞ്ഞത് മനസ്സിലായത് ലച്ചുവിനാണ്. എൻ്റെ കൂടെ ആരും കിടക്കണ്ട, ഐഷുവിനോടായി പറയുകയും മുറിയിലേക്ക് കയറി കഥ കടച്ചിരുന്നു ലച്ചു. ഐഷു അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് തൻ്റെ മുറിയിലേക്ക് നടക്കുമ്പോൾ മഹ അടച്ചിട്ട സച്ചിയുടെ മുറിയിലെ വാതിൽക്കലേക്കൊന്ന് നോക്കി. തൻ്റെ കയ്യിലേക്ക് വെച്ച് തരുന്ന ചോറും പാത്രത്തിലേക്ക് നോക്കുമ്പോൾ മഹായുടെ കണ്ണും നിറഞ്ഞു വന്നു. എനിക്കാണോ? അറിയാവുന്ന പോലെ കൈകൊണ്ട് കാണിച്ചതും ഇരു കണ്ണുകൾ ചെമ്മി കാണിച്ചു ഐഷു. എനിക്ക് വേണ്ടിയിരുന്നില്ല ചേച്ചി, ഞാൻ ക്യാൻറ്റീനിൽ നിന്ന് എന്തെങ്കിലും കഴിച്ചേനല്ലോ. കൈ നീട്ടി മേടിച്ചുകൊണ്ടാണ് ചേച്ചിക്ക് താൻ പറയുന്നത് മനസ്സിലാകുമോ എന്ന് പോലും അറിയാതെയാണ് പറഞ്ഞത്. കാരണം സ്നേഹത്തോടെ ചേച്ചി നീട്ടിയത് വേണ്ടാന്ന് പറയാൻ തോന്നിയില്ല. വട്ടം കെട്ടിപ്പിടിച്ച് ആ നെഞ്ചിലേക്ക് ചാഞ്ഞത് എന്തിനാണെന്ന് മഹായ്ക്ക് അറിയില്ലായിരുന്നു. മാപ്പ് മനസ്സിൽ 1000 വട്ട് പറഞ്ഞത്. അയാളുടെ ദേഷ്യത്തിന് ഈ ചേച്ചിയെപ്പോൾ ഞാൻ പലതും പറഞ്ഞിട്ടുണ്ട്. തെറ്റായിപ്പോയി. ഈ ഒരൊറ്റ ദിവസം കൊണ്ട് ഇത്രമാത്രം സ്നേഹം കരുതലും കാണിക്കണമെങ്കിൽ അതത്രമേൽ നല്ല മനസ്സുള്ളവർക്ക് മാത്രമേ കഴിയൂ. ആ കൈതിൻ്റെ മുടിയിലൂടെ ഒഴുകിയിറങ്ങുന്ന അറിയുന്നുണ്ടായിരുന്നു മഹ. ആ പാത്രം മേടിച്ച് അടുക്കളയിൽ നിന്ന് തിരിയുമ്പോൾ കണ്ടു അകത്തേക്ക് കയറി വരുന്നവളെ. അവളുടെ മുഖത്തെ പുച്ഛവും കളിയാക്കലും കണ്ടില്ല എന്ന് നടിച്ചു. ചേച്ചിക്ക് എന്തിൻ്റെ കുഴപ്പമാ? അവൾക്ക് ചോറ് പോഞ്ഞ് കൊടുത്തിരിക്കുന്നു. തൻ്റെ ചോറും പാത്രവും വെള്ളക്കുപ്പിയും എടുത്ത് ബാഗിലേക്ക് ഇട്ടുകൊണ്ട് ലച്ചു ചേച്ചി പറഞ്ഞ് മനസ്സിലാക്കി. നിൻ്റെ അതേ പ്രായമുള്ളൊരു പെൺകുട്ടിയാണ് അവളും. നമ്മുടെ സച്ചി കാരണം തന്നെയാണ് അവൾക്ക് ഈ അവസ്ഥ വന്നത്. നിനക്കാണ് ഈ അവസ്ഥ വന്നിരുന്നെങ്കിൽ എനിക്ക് വരില്ലല്ലോ, കാരണം ഞാൻ അനാഥയല്ലല്ലോ. അതിന് മറുപടിയും കൈത്തൊടയിൽ കിട്ടിയ അടിയായിരുന്നു. ഓ ഈ ചേച്ചി! അവൾ കൈത്തലും തൂത്ത് മുഖം കെറുവിച്ചു. എന്താ ചേച്ചിയുടെ ഉദ്ദേശം? ആ പോയ സാധനത്തിന് എൻ്റെ ഏട്ടന് തലയിൽ വെക്കാനാണോ? ചിലപ്പോൾ കുട്ടിന് ഇഷ്ടമാണെങ്കിൽ ഞാൻ നടത്തും. അവനെങ്കിലും നല്ല ജീവിതം കിട്ടട്ടെ. ആ കുട്ടിയെ എനിക്കിഷ്ടമാ. അങ്ങനെ ഒരാളാണ് അവന് വേണ്ടതും, അല്ലാതെ തുളസിക്കതിരല്ല.
അപശബ്ദം പോലും ഒന്ന് ഇടറിപ്പോയി ഐശുവിൻ്റെ. അയ്യടാ, അവളെ എങ്ങാനും കിട്ടിയാൽ കുട്ടേട്ടൻ്റെ ലൈഫ് കൊട്ടത്തേങ്ങ പോലെയാകും. ലച്ചു തുള്ളിക്കൊണ്ട് പറഞ്ഞു. ഇത് ആരുടെ കല്യാണ കാര്യമാണ് രണ്ടുപേരും കൂടി പറയുന്നത്? തല തുവർത്തിക്കൊണ്ടവൻ അകത്തേക്ക് വന്നു. വേറെ ആരുടെ കാര്യം? ഐശ്വര്യ വർക്ക്ഷോപ്പിൻ്റെ ഉടമയെ സാക്ഷാൽ സച്ചിദേവിനെ. ആഹാ, എനിക്കാണോ? അത് കൊള്ളാമല്ല. ആരാണ് പെണ്ണ്? ചേട്ടൻ അറിയാവുന്ന പെണ്ണാണ്. അതാര്? വേറെ ആര്? മഹാലക്ഷ്മി. അയ്യേ, അതിപ്പോൾ പറഞ്ഞ് അവളെ എന്നെക്കൊണ്ട് കെട്ടിക്കുമോ? കുട്ടൻ ചിരിയോടെ സ്റ്റൂൾ വലിച്ചിട്ടിരുന്നു. പുട്ടും പയറും പപ്പടവും കൂടി ഒരുമിച്ച് കൂട്ടിക്കുഴച്ചു. ആ പെണ്ണ് എന്തിയേ? വായിലേക്ക് ഇട്ടുകൊണ്ട് ചോദിച്ചു സച്ചി. കോളേജിൽ പോയി. അപ്പോൾ ഇവിടെ നിർത്താൻ തന്നെയാണോ ഉദ്ദേശം? കോളേജിലേക്ക് പോകാൻ റെഡിയായി വന്ന് ചോദിച്ചു ലച്ചു. അപ്പുറത്തെ വീട്ടിൽ അവളെ തൽക്കാലം നിർത്തിയാലോ ചേച്ചി? അത് വേണോ കുട്ടേട്ടാ? ആ താളക ചിറ്റി അറിഞ്ഞ ശേലായി. ലച്ചു, അവളെ നീട്ടി വിളിച്ചതും അവൾ പിണങ്ങി നിന്നു. നീ ചെന്ന് ബൈക്കിൻ്റെ താക്കോലെടുത്ത് വയ്ക്ക്. ലച്ചുവിനോട് പറഞ്ഞതും അവൾ പോയിരുന്നു. അത് വേണോ? ചിറ്റി അറിഞ്ഞാൽ അറിയാല സ്വഭാവം. അറിയാം. ഇവിടെ നിർത്തിയാൽ ശരിയാകില്ല ചേച്ചി. വേണേൽ ശരിയാകും. കൈ കഴുത്തിലോട് ചുറ്റി കല്യാണം കഴിച്ചാലോ എന്ന് കാണിച്ചതും ഇരു കൈ കുപ്പി വേണ്ട എന്ന് കാണിച്ചു സച്ചി. ലച്ചുവിനെയും കൊണ്ട് സച്ചിയുടെ ബൈക്ക് അകലിൽ നിന്ന് നോക്കി നിന്നു. പിന്നെ അകത്തേക്ക് കയറാൻ തുടങ്ങിയപ്പോൾ കണ്ടു തന്നെ മാത്രം നോക്കി നിൽക്കുന്ന രണ്ട് മിഴികളെ. ആദ്യം പകപ്പും പിന്നെ ഭയവും തോന്നിയതും അകത്തേക്ക് കയറി വാതിൽ വലിച്ചടച്ചു ഐഷു. തുടരും. ഞാൻ പറയുന്നതിൽ ചെറിയ തെറ്റുകളും തപ്പിലുമൊക്കെ ഉണ്ട് കേട്ടോ, എനിക്കും അറിയാം. പയ്യെ ശരിയായി വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തുടങ്ങിയതല്ലേ ഉള്ളൂ. എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.